ദിവ്യയുടെ കാര്യം ഇപ്പോഴും ഓർമ്മ വന്നേ. ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ അന്ന് ഞാൻ വിളിച്ചതാ, പിന്നെ വിളിക്കാനും പറ്റിയില്ല. എന്തായിരുന്നു വിളിച്ചു നോക്കാൻ, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാലോ. ഓ, ഷാരി ചേച്ചിയാണല്ലോ വിളിക്കുന്നത്. ഹലോ, സുഖല്ലേ? ആ, ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നതാ. അന്ന് ആക്സിഡന്റ് ആയിട്ട് ഇപ്പൊ എല്ലാം ശരിയായോ? ആ, കൊറേയൊക്കെ മാറി മാം, കുഴപ്പമില്ല. എന്നാലും ചെറിയ ബോഡി പെയിൻ ഒക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ കേസിന്റെ കാര്യമൊക്കെ എന്തായി, എല്ലാം കഴിഞ്ഞോ? എന്നാലും നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി എന്ന് പറയുമ്പോഴേ ഒരു എന്തോ പോലെ. അങ്ങനെ നമ്മൾ സ്ത്രീകളൊന്നും അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാറോ? അല്ലെങ്കിൽ ടിവിയിലും സീരിയലും ഡ്രാമയിലും ഒക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, കേരള പോലീസിന്റെ തുണ ആപ്പ് വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ. അത് ഷാരി ചേച്ചി, എനിക്ക് ഈ ആപ്പിനെ കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നതിന് പകരമായിട്ട് ഞാൻ അവിടെ തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യായിരുന്നു. ശരിയാ, എത്ര കുട്ടികളല്ലേ ആത്മഹത്യ ചെയ്യുന്നത്. ഇവരൊക്കെ എന്താ നിയമസഹായം തേടാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിയാ ചേച്ചി, എൻ്റെ ഒരു ഫ്രണ്ടും ഇതുപോലെ സ്കാമിങ്ങിന് ഇരയായിട്ടുണ്ട്. കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവരെ പിടിച്ചോ? ആ, അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഗവൺമെന്റ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ? നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ എന്തൊക്കെയോ, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, അതുപോലെ തന്നെ വുമൺസ് റൈറ്റ് ആക്ട്, അങ്ങനെ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിൽ പലർക്കും അത് അറിയില്ല എന്ന് മാത്രം. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടൊന്ന് സംസാരിച്ചാലോ? അത് നല്ലതാ, ആ ഒരു ഐഡിയ കൊള്ളാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാസ്ക് ഫോഴ്സിനെയും ഒപ്പം കൂട്ടിയാലോ? ഈ വരുന്ന 31-ാം തീയതി വ്യാഴാഴ്ച സ്പെഷ്യൽ ട്രെയിനിങ്ങുമായി ലോ ഫോർ വുമൺ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ഞങ്ങൾ വരും. സ്ത്രീ എന്നത് വിശ്വാസമാണ്, ശക്തിയാണ്, സ്വാതന്ത്ര്യമാണ്. ഈ വരുന്ന വ്യാഴാഴ്ച കൃത്യം 7 മണിക്ക്